ഈ രീതിയിൽ നമുക്കൊന്ന് ദോശയ്ക്കും അപ്പത്തിനും ഇഡലിക്കൊക്കെ നാട്ടിയെടുത്താലോ, നല്ല അടിപൊളിയായിട്ട് ചോറില്ലാണ്ട്. അപ്പോൾ അതിന് ഞാൻ നാഴി പച്ചരി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരല്പം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അവിലാണ്. ഇതെല്ലാം വേണ്ടി കുതിർത്ത് ആദ്യം നല്ല രീതിയിൽ ഉഴുന്ന് അരച്ചെടുക്കുക. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പക്ഷേ പിറ്റേന്ന് അത് എടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അത്ര നല്ല പൊങ്ങി നല്ല വന്നിട്ടുണ്ട്, നല്ല ഇരട്ടി മാവുമായിട്ടുണ്ട്. ചോറ് സാധാരണ ചേർക്കുമ്പോഴാണ് ഇത്രയും നമുക്ക് നല്ല ഇതായിട്ട് വരുന്നത്, പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ചോറില്ല ഇന്ന് ദോശയ്ക്കൊന്നും ആട്ടാനില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, ഒരല്പം അവിലുണ്ടെങ്കിൽ നമുക്ക് കുതിർത്ത് നല്ല രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇഡലി വിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കി ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പിന്നീട് ഈ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇഡലിയൊക്കെ ഒന്ന് വിട്ട് കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ ഇഡലി. കാരണം ഇതിപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ് ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വലുതായിട്ട് ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് നല്ല ചൂട് സാമ്പാറായിരുന്നു. കാരണം നിങ്ങൾക്ക് കാണുമ്പോഴറിയാം അത് നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഒട്ടിപ്പിടിക്കലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാനത് ദോശയും കൂടി ഒന്ന് ചുട്ട് കാണിച്ചു തരാം. കാരണം ദോശയും നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. അതായത് നമ്മൾ സാധാരണ ചുടുന്നത് പോലെ തന്നെയാണ്, അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ദോശയ്ക്കോ ഇഡലിക്കോ ആട്ടാതിരിക്കേണ്ട. ഇത് തന്നെ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അപ്പത്തിനും ആട്ടിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ചെറിയൊരു ചട്ടണിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അപ്പോൾ ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഗ്യാസിനൊക്കെ ഇപ്പം ബുദ്ധിമുട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ഞാനിതിലൊന്ന് കാണിക്കുന്നത്. കാരണം അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ആരെങ്കിലും വരുമ്പോഴൊന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ കുട്ടി ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. പക്ഷേ നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയാൽ ആരെങ്കിലും വന്നാൽ ഒരു ചായ ഇടാനോ എന്തെങ്കിലുമൊക്കെ കൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.